ഹായ് ഫ്രണ്ട്സ്, സഞ്ജു മിയാജു ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് എഗ് മസാലയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം നമുക്ക്. അതിനാവശ്യമായിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, 2 സവാള, 1 തക്കാളി, അതുപോലെ കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, ചെറിയ 2 പച്ചമുളക്. ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ച കടല നമുക്ക് കുക്കറിലോട്ടിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായ ചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ടേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ മസാല നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീച്ച് സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് എഗ് മസാലയാണ് കേട്ടോ. അതും ഞാൻ വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.